അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക, അള്ളാഹു അദ്ദേഹത്തിന്റെ കബർ വിശാലമാക്കുമാറാവും. ഞാനും അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. ഷെയ്ഖിന് എപ്പോഴും വിലങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ചിന്തിക്കും, നമ്മൾ വിചാരിച്ച പോലെ അല്ല പോവുക. അങ്ങനെ തന്നെ പറഞ്ഞു അദ്ദേഹം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, എന്താണ് ഈ പറയുന്നത്. ഞാൻ നല്ലൊരു രസകരമായ മറുപടി കിട്ടും ഞാൻ ചോദിച്ചു. അതിനേക്കാൾ രസകരമായ ഒരു മറുപടിയാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ചോദ്യം മറുപടി ഉടനെയാ. അങ്ങനെയാണ്, എന്ത് ചോദിച്ചാലും ഉടനെ മറുപടിയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ പ്രസംഗിച്ച ആള് പറഞ്ഞതിന്റെ സത്യാവസ്ഥ ഞാൻ ബോധ്യപ്പെടുത്തരാം. വളരെ ചുരുങ്ങിയ സമയത്തുള്ള, ഞാൻ കൂടുതൽ സമയമെടുക്കില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ 974 ഇദ്ദേഹം മുഷാവറ മെമ്പറായി വരികയും 79 തന്നെ അദ്ദേഹം സംഘടനയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് സമത്തിൽ അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടന്നിരുന്ന അദ്ദേഹത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിലക്കി പാടില്ല എന്ന് പറഞ്ഞു. പാടില്ല എന്ന് പറഞ്ഞപ്പോൾ SSF-നെയും SYS-നെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുന്നി പാർലമെന്ററി ബോർഡ് ഉണ്ടാക്കി. സുന്നി പാർലമെന്ററി ബോർഡ്, രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ പാർലമെന്ററി ബോർഡ് ആവശ്യമുള്ളൂ. പാർലമെന്ററി ബോർഡ് ഉണ്ടാക്കി. ആ പാർലമെന്ററി ബോർഡിന്റെ കീഴിൽ യോഗം ചേർന്നുകൊണ്ട് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ നിന്നാൽ അവരെ തോൽപ്പിക്കണം. ഈ തോൽപ്പിക്കൽ ഒരു മുജാഹിദ് ജമാഅത്ത് പശ്ചാത്തലത്തിലാണ് എന്നാണ് ആദ്യമൊക്കെ ധരിച്ചത്. പക്ഷെ അവിടുന്ന് വിട്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണോ തോൽപ്പിക്കുക, അതിന്റെ ഭാഗമായിരുന്നു. നിങ്ങൾക്കറിയാം, AV അബ്ദുറഹ്മാൻ ഹാജി മത്സരിച്ചിരുന്നു മേപ്പയൂരിൽ. AV അബ്ദുറഹ്മാൻ ഹാജിയെ തോൽപ്പിക്കണമെന്ന് പ്രസംഗിച്ചു. ഞങ്ങൾ അവരോട് തിരിച്ചു വെച്ചു, AV തോറ്റാൽ ആരാ ജയിക്കുന്നത്? കണാരൻ. കണാരൻ ജയിച്ചിട്ട് മുഷാവറിൽ എടുക്കാൻ പറ്റുമോ? കണാരൻ ജയിച്ചിട്ട് ഇവർക്ക് എന്താ കാര്യം? AV തോറ്റാൽ കണാരൻ ജയിക്കും. കണാരനും AV തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണോ പരാജയപ്പെടുത്തണമെന്ന് ഇവർ ആഹ്വാനം ചെയ്തു. ആയിക്കോട്ടെ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ സമസ്തയുടെ പേരിൽ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ രാഷ്ട്രീയ ചേരിതിരിവുണ്ടാക്കി അവസാനം എറണാകുളത്ത് യോഗം വെച്ചു. എറണാകുളത്ത് സമ്മേളനം വെച്ചു. സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. ആ സ്വാഗത സംഘത്തിലേക്ക് ഉത്തരവാദപ്പെട്ട സമസ്തയുടെ നേതാക്കൾപ്പെട്ട നാട്ടിക മൂസ മൗലവി, MM മൊഹീദ്ദീൻ മൗലവി, AM പരീദ്, അതുപോലെ തന്നെ MK കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ, അഹമ്മദ് കോയമ്മത്തങ്ങള്, സ്വാദിഖ് മുസ്ലിയാർ, ഇങ്ങനെയുള്ള പ്രമുഖരെ ക്ഷണിച്ചില്ല. ക്ഷണിക്കാതെ വന്നപ്പോൾ അവരുടെ ഒരു യോഗം നാട്ടിക വിളിച്ചു. നാട്ടിക മൂസ മൗലവി ചോദ്യം ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ കൂട്ടാതെ സുന്നി സംഘത്തിന്റെ സ്വാസംഘം ഉണ്ടാക്കി? അതിന് അവര് പറഞ്ഞ മറുപടി, പാണക്കാട്ട് നിന്ന് പറയുന്നത് മാത്രം കേൾക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന് പ്രാമുഖ്യം നൽകുന്നവരെ മതി. പാണക്കാട്ടില്ലാത്തൊരു സുന്നത്ത് ജമാഅത്ത് ഏതാ? അതുകൊണ്ട് നാട്ടിക മൂസ മൗലവി പറഞ്ഞു, ഞങ്ങൾ പാണക്കാട്ട് സുന്നത്ത് ജമാഅത്തുകാരാണ്, ഞങ്ങളൊരു സമ്മേളനം നടത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രഖ്യാപിച്ചു മധ്യമേഖല സുന്നി സമ്മേളനം. ധിക്കാരത്തോടു കൂടി പറഞ്ഞപ്പോൾ മധ്യമേഖല സുന്നി സമ്മേളനം വെച്ചു. മധ്യമേഖല സുന്നി സമ്മേളനവും അതുപോലെ SOS-ന്റെ സമ്മേളനവും രണ്ടും വന്നപ്പോ സമസ്ത ഇടപെട്ടു. സമസ്ത മസ്ലഹത്തിന് ആളിറക്കി മാരത്തോൺ ചർച്ച നടത്തി. ചർച്ചയുടെ ഒടുവിൽ 1988 നവംബർ 12 ശനി, 1988 നവംബർ 12 ശനിയാഴ്ച കോഴിക്കോട് യോഗം ചേർന്ന വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ വെച്ച് ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞു, നമുക്ക് 2 സമ്മേളനം വേണം, ഒന്ന് പോരെ. എല്ലാവരും പറഞ്ഞു ഒന്ന് മതി, നമ്മൾ 2 സമ്മേളനം നടത്തിയാൽ ഭിന്നിക്കും. അതുകൊണ്ട് ശൈഖുന ആ യോഗത്തിൽ വെച്ച് 3 തീരുമാനമെടുത്തു. 3 തീരുമാനം. ഒന്ന്, നിലവിൽ പ്രഖ്യാപിച്ച സമ്മേളനം 2 പേരും മാറ്റണം. എന്നിട്ട് 2 കൂട്ടരും ചേർന്ന് ഒരു യോഗം മനോഹരമായി സമസ്തയുടെ കീഴിൽ നടത്തണം. 3, അതിന്റെ സ്വാഗത സംഘം അടുത്ത ശനിയാഴ്ച ഇവിടെ വെച്ച് സംയുക്തമായി ഉണ്ടാക്കണം. ഈ 3 തീരുമാനം മിനിസ്റ്റർ എഴുതി അംഗീകരിച്ചു, പിരിഞ്ഞു. അടുത്ത ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ 88 നവംബർ 19, 12-ാം തീയതി തീരുമാനിച്ചു. അടുത്ത ശനിയാഴ്ച നവംബർ 19 യോഗം വിളിച്ചു. യോഗത്തിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്നു. ആ യോഗത്തിൽ വെച്ച് ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞു, കഴിഞ്ഞ യോഗ തീരുമാനപ്രകാരം എല്ലാ സമ്മേളനങ്ങളും 2 സമ്മേളനങ്ങളും നിർത്തിവെച്ച് സമസ്തയുടെ ഒരു മഹാസമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ സ്വാസംഘം ഇവിടെ വെച്ച് രൂപീകരിക്കും. പറയുന്ന തറവാട്ടുകാരന്റെ ഒരു ശംസുൽ ഉലമയാണ്. ആ ശംസുൽ ഉലമയുടെ മുഖത്ത് നോക്കി ഒരു മെമ്പർ എഴുന്നേറ്റ് പറഞ്ഞു, ബാക്കിൽ നിന്ന് SYS-ന്റെ സമ്മേളനം നിർത്തിവെച്ചിട്ടില്ല, നിർത്തിവെക്കുകയുമില്ല. ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞു, 2 സമ്മേളനം നടത്താൻ പാടില്ല, അത് കഴിഞ്ഞ യോഗ തീരുമാനമാണ്. അവരിൽ കുറച്ചാളുകൾ എഴുന്നേറ്റ് വാദിച്ചു, SYS-ന്റെ സമ്മേളനം നടത്താൻ സമ്മതിക്കില്ലെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് വിടൂല. പുറത്താളെ ഒരുക്കി നിർത്തി, മുദ്രാവാക്യം വഴി തുടങ്ങി. മഹാന്മാരായ സമസ്തയുടെ ആലിമീകൾക്കെതിരെ മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം എന്ന് പഠിപ്പിച്ച മതവിധിയേക്കാൾ പ്രധാനമാണ് അദബ്. മതവിധിയേക്കാൾ പ്രധാനമാണ് അദബ്. അത് പഠിപ്പിച്ച സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ നിർത്തിയിട്ട് ഉസ്താദുമാർക്കെതിരെ മുദ്രാവാക്യം, എറണാകുളം സമ്മേളനം നടത്താൻ സമ്മതിക്കില്ലെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് വിടൂല. സമസ്തയുടെ ചരിത്രത്തിലെ കരിദിനമാണ് 88 നവംബർ 19 ശനി. വിളിച്ചു പോലീസിനെ. പോലീസ് സ്റ്റേഷനിൽ ആള് വന്നു, പോലീസുകാർ വന്നു. ശൈഖുന ശംസുൽ ഉലമയോട് ചോദിച്ചു, എന്ത് ചെയ്യണം? അടിച്ചു പുറത്താക്കാൻ പറഞ്ഞില്ല. ശൈഖുന പറഞ്ഞു, ഞങ്ങൾക്ക് പുറത്തു പോകാൻ ഒരു വഴി ഉണ്ടാക്കി തന്നാൽ മതി, 2 കൂട്ടരും നമ്മളെ ആൾക്കാരാണ്, ഒന്നും ചെയ്യണ്ട. നേരൊരു വഴി ഉണ്ടാക്കി കൊടുത്തു. ഉസ്താദുമാർ പോലീസ് പ്രൊട്ടക്ഷനിൽ ശിഷ്യന്മാരുടെ മുമ്പിലൂടെ പോകുന്ന അവസ്ഥ. ഈ പോകുന്ന ഉസ്താദുമാരെ വിളിച്ചിട്ട് മുദ്രാവാക്യം വിളിച്ചു. അവരെ ശൈഖുന വേദനിച്ചു. ശൈഖുന എല്ലാവരെയും കൂട്ടി മുകളിലോട് ചിലർ യോഗം ചേർന്നിട്ട് പറഞ്ഞു, നമുക്ക് മുഷാവറ വിളിക്കാൻ ഡിസംബർ 1 വ്യാഴാഴ്ച. ഡിസംബർ 1 88 ഡിസംബർ 1 വ്യാഴാഴ്ച മുഷാവറ വിളിച്ചു. ആ മുഷാവറ വിളിച്ചപ്പോ ഈ മുഷാവറ യോഗത്തെ കോടതിയിൽ പോയി കേസ് കൊടുത്ത് സ്റ്റേ ചെയ്തു. എന്തിന്? അവർ പറയുന്ന ന്യായം എന്താ?
ഞങ്ങളെ പുറത്താക്കാൻ വിളിച്ചതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. എന്നാ പിന്നെ ആ മുഷാവറ പിന്നെ ചേർന്നപ്പോ പുറത്താക്കിയില്ലല്ലോ. എന്ത് പുറത്താക്കാതിരുന്നത്? പുറത്താക്കണമെങ്കിൽ ഇവർ ഈ മുദ്രാവാക്യം വിളിച്ച ഉടനെ തന്നെ മുഷാവറ വെച്ച് പുറത്താക്കാനോ സെക്രട്ടറിക്ക്? ഇവർ ചെയ്ത പ്രവർത്തനം ചരിത്രത്തിൽ ആദ്യമായി ഒരു BJP-കാരനും RSS-കാരനും ചെയ്യാത്ത തരത്തിൽ സമത്വയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാണ് കോടതി പറഞ്ഞത്. കോടതിയിൽ കേസ് കൊടുത്താൽ 3 വാദമാണ്. ഒന്ന്, സമത്വയുടെ നേതാക്കളെ ഞങ്ങൾ വിശ്വാസമില്ല. ഇപ്പോൾ പ്രവർത്തനം ക്രമാനുഗതമായിട്ടല്ല പോകുന്നത്, അതുകൊണ്ട് സമത്വയുടെ പ്രവർത്തനം നിർത്തിവെച്ച് റിസീവർ ഏൽപ്പിക്കണം. സമസ്തന്റെ പ്രവർത്തനം നിർത്തിവെച്ച് റിസീവർ ഏൽപ്പിക്കണം. പറയാൻ പറ്റുമോ? പള്ളിക്ക് ബസാർ മസലത്തിന്റെ സമയത്ത് പള്ളി പൂട്ടിയാലും വേണ്ടില്ല, ഖത്തീബിനെ മാറ്റൂല എന്ന് പറഞ്ഞ പോലെ ഇതാണ് നിങ്ങളുടെ നയം. ഇതാണ് നിങ്ങളുടെ നയം. നിങ്ങൾ സമത്വ കേരള ജമിയത്തിന് പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. സമത്വ കേരള ജമിയത്തിന് കേസ് നടത്തി. സമത്വ ലെവലിലാണ് പോകുന്നത് ബോധ്യപ്പെടുത്തി. കോടതി കേസ് തള്ളി. അപ്പോൾ സമത്വ യോഗം വിളിച്ചു. 89 ജനുവരി 16 ഡിസംബർ മുഴുവൻ കേസ്, പിന്നെ ജനുവരി 89, 88 കഴിഞ്ഞു. 89 ജനുവരി 16 തിങ്കളാഴ്ച മുഷാവറ വിളിച്ചു. ആ മുഷാവറിൽ വെച്ച് എല്ലാവരും ഏകകണ്ഠമായി തീരുമാനിച്ചു കേസും കൂട്ടോക്കായി. എന്നാൽ ആ യോഗത്തിൽ വെച്ചെങ്കിലും ഭൂരിപക്ഷത്തിന് തീരുമാനമെടുത്തുകൊണ്ട് ഈ കേസ് കൊടുത്തവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ പുറത്താക്കിക്കൂടാ. പുറത്താക്കിയില്ലല്ലോ, പുറത്താക്കിയില്ല. സമത്വ അപ്പോഴും ഒരു അവധാനതയാ കണ്ടത്. വളരെ സൗമ്യമായി സമത്വ പറഞ്ഞു, നമുക്ക് തൽക്കാലം സമ്മേളനമൊന്നും വേണ്ട. ഈ സമ്മേളനത്തിന്റെ പേരിൽ നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. അതല്ലേ മസ്ലഹത്ത്? ഒരു സമ്മേളനവും വേണ്ടെന്ന് തീരുമാനിക്കലല്ലേ ശരി? സമ്മേളനം സംഘടന ശക്തിപ്പെടുത്താനല്ലേ, ഭിന്നിക്കാനല്ലല്ലോ. അതുകൊണ്ട് ഭിന്നതയുണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് സമ്മേളനം വേണ്ടെന്ന് വെച്ചു. സമ്മേളനം വേണ്ടെന്ന് വെച്ച തീരുമാനത്തിൽ എല്ലാവരും ഒപ്പുവെച്ച് പുറത്തിറങ്ങിയ ശേഷം അഖിലേന്ത്യാ നേതാവ് പറഞ്ഞു, സമത്വ മുഷാവര വിലക്കിയാലും സമ്മേളനം നടത്തും. അപ്പൊ ശിഹാബ് തങ്ങൾ അടക്കം പറഞ്ഞു, ആ സമ്മേളനത്തിൽ ആരും പോകണ്ട, അത് ഭിന്നതക്കുള്ള സമ്മേളനമാണ്. ശിഹാബ് തങ്ങൾ പറഞ്ഞത് ഭിന്നത ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ടാണ് ശിഹാബ് തങ്ങൾ ഇന്നും ഐക്യത്തിന്റെ കൂടെ നാളാ. ഐക്യം തകർക്കുന്ന സമ്മേളനത്തിന് പോകണ്ട, അല്ലാതെ ഒരു വിഭാഗത്തെ കുറിച്ചല്ല പറഞ്ഞത്. അങ്ങനെ ആ സമ്മേളനം നടത്തി. അതിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണ കിട്ടി. അവർക്ക് ലീഗിനുള്ള വിദ്വേഷം അവർ ശരിക്കും ഉപയോഗപ്പെടുത്തി. അതൊരു രാഷ്ട്രീയ പശ്ചാത്തലമാണ്. അവരെ കുറ്റപ്പെടുത്തേണ്ട. അവര് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രീതിയിൽ കൂട്ടുപിടിക്കും, ഉറപ്പാണ്. അങ്ങനെ യോഗത്തിൽ പങ്കെടുത്ത മുഷാവറ മെമ്പർമാർ ആരൊക്കെ എന്ന് പരിശോധിച്ചു. 6 മെമ്പർമാർ പങ്കെടുത്തു. ആ 6 മെമ്പർമാരെ നോട്ട് ചെയ്തു. കഴിഞ്ഞ യോഗ തീരുമാനം അങ്ങോട്ട് പോകരുതെന്ന പോയി 6 മുഷാവറ മെമ്പർമാർ 40 അംഗ മുഷാവറ കൂടി 89 ഫെബ്രുവരി 18 ശനിയാഴ്ച 89 ഫെബ്രുവരി 18 മുഷാവറയിൽ വെച്ച് ഈ പങ്കെടുത്ത ആൾക്കാരുടെ ലിസ്റ്റ് വായിച്ചു. അവർ സംഘടനാപരമായ അച്ചടക്കം ലംഘിച്ചിരിക്കുന്നു, നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ സമ്മേളനത്തിൽ ഈ മുഷാവറ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി ഈ മുഷാവറയിൽ 6 ആൾ പങ്കെടുത്തു. ശരിയല്ല. ആ 6 പേരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. ആ 6 പേരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. ഈ പുറത്താക്കിയ ആളുകൾ ഈ പുറത്താക്കൽ നടന്ന ഉടനെ ചെയ്ത പണി എന്താ? പുറത്താക്കിയ ആള് ഉസ്താദുമാരെ 2 പേരുണ്ട്, കണ്ണിയത്ത് ഉസ്താദും ശംസുലമേ. കണ്ണിയത്തുണ്ട് ശംസു, അവര് 2 പേരും മാത്രമുണ്ടായി. ബാക്കി 38 ഒരു ഭാഗത്താണെങ്കിലും ശരി, ഈ 2 വിജയം. ആ 2 കിട പിടിക്കുന്ന ഒന്നും വേറില്ല. ഇവിടെ 34 പേര് പുറത്തുണ്ട്, 6 പേരെ പുറത്തുള്ളൂ. എന്നിട്ട് ഇവര് ചെയ്ത പണിയോ, 6 പേര് യോഗം കൂടി 34 ആൾക്കാർ ഇങ്ങോട്ട് പുറത്താക്കി. എന്നിട്ട് കോഴിക്കോട് അരവിന്ദാക്ഷ മേനോനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സമത്വം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ഭരണഘടന വേണമെന്ന് പറഞ്ഞു. ഭരണഘടന കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ വായിച്ചിട്ട് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. സമത്വയുടെ തീരുമാനത്തിന് മിനിമം കോറം 40 അംഗ മുഷാവറയിൽ 10 ആൾ വേണം. നിങ്ങൾ 6 ആളേ ഉള്ളൂ, കോറം തികയില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് അവർ ചോദിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു, നിങ്ങൾ സമത്താന്ന് പേരിട്ട് അങ്ങോട്ട് പ്രവർത്തിച്ചോ, രജിസ്ട്രേഷനാണ് കൊടുത്തോ, അതിന്റെ പേരിൽ വമ്പിച്ച പ്രശ്നങ്ങളും കൺഫ്യൂഷനും ഉണ്ടാവും, അത് സിവിലല്ലേ, കുറെ കാലം തുടരും. ആ ഉപദേശത്തിന്റെ മേൽ അവർ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അവർ സമത്താന്ന് പേരിട്ടു. നേരെ കൊണ്ടുപോയി കോഴിക്കോട് രജിസ്ട്രേഷൻ ഓഫീസിൽ അപേക്ഷ കൊടുത്തു. ഈ സംഘടന ഉണ്ടായതാ പറയുന്നത്, പള്ളിന്റെ ബസാർ മാത്രമല്ല പ്രശ്നം. ഇത് പറഞ്ഞ് ഞാനിപ്പോ അവസാനിപ്പിക്കും. അങ്ങനെ ഇവർ കോഴിക്കോട് രജിസ്ട്രേഷൻ ഓഫീസിൽ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തപ്പോൾ കോഴിക്കോട് രജിസ്ട്രേഷൻ ഓഫീസിൽ ഇവർ കൊടുത്ത അപേക്ഷയിൽ ഇദ്ദേഹമാണ് ഈ പുതിയ അബൂബക്കർ മുസ്ലിയാരാണ് ജനറൽ സെക്രട്ടറി. അപ്പൊ സ്ഥിരമായി അബൂബക്കർ മുസ്ലിയാരാണല്ലോ ഇത് സമർപ്പിക്കാറുള്ളത്. രണ്ടും അങ്ങനെയുള്ള പേര്. രജിസ്ട്രാർ വേഗം സ്വീകരിച്ചു വെച്ചു. രജിസ്ട്രാർ സ്വീകരിച്ചു. ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കണം. രജിസ്ട്രാർ സ്വീകരിച്ചപ്പോ ഇപ്പൊ മലപ്പുറത്തെ രജിസ്ട്രാർ പോലെ തന്നെ കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ സ്വീകരിച്ചു. രജിസ്ട്രാർ സ്വീകരിച്ച ഉടനെ സമയമായപ്പോൾ ശംസുലുലമ കൊണ്ടുപോയി യഥാർത്ഥ ഓഫീസ് ഫയൽ ചെയ്യേണ്ട കുറിപ്പും കൊടുത്തയച്ചു. അത് കോഴിക്കോട് ഓഫീസിൽ പോയി. ഇത് വന്നപ്പോൾ രജിസ്ട്രാർ മുമ്പിൽ 2 നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലോ, പുതിയ കിട്ടിയിട്ടല്ലോ. ഇത് ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ഇതൊരു പുതിയ ആൾ. രണ്ടും നോക്കി. അപ്പൊ അദ്ദേഹം പൂർവ്വകാല ഫയൽ നോക്കി. പൂർവ്വകാല ഫയൽ നോക്കുമ്പോൾ വർഷങ്ങളായി ഇത് സമർപ്പിച്ചുള്ളത് ഇ കെ അബൂബക്കർ മുസ്ലിയാർ. അതുകൊണ്ട് ഇ കെ അബൂബക്കർ മുസ്ലിയാർ സമർപ്പിച്ച ലിസ്റ്റ് ഫയൽ ചെയ്ത് ഇവരെ ലിസ്റ്റ് തള്ളി. ഇവരെ ലിസ്റ്റ് തള്ളി എന്ന് മാത്രമല്ല, ഈ ലിസ്റ്റ് തള്ളിയതോടുകൂടി ഇവർ നേരെ പോയി കോടതിയിൽ പോയി. ഇവർ കോടതിയിൽ ചെന്ന് കോടതിയിൽ കേസ് വാദിച്ചു. കോടതിയിൽ ഇവർ വാദിച്ചത്, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അവകാശികളെ നല്ല വാദിക്കുന്നത്, ഞങ്ങളാണ് സമത്വ നല്ല വാദിക്കുന്നത്.
ഇവർ വാദിക്കുന്നത് ഒരു രജിസ്ട്രാർക്ക് 2 അപേക്ഷ വന്നാൽ ഒന്ന് സ്വീകരിക്കാനും ഒന്ന് തള്ളാനും അവകാശമില്ല. ഇതാണ് വാദം. ഈ വാദം സിംഗിൾ ജഡ്ജ് ഹൈക്കോടതിയിൽ അംഗീകരിച്ചു. സിംഗിൾ ജഡ്ജ് അംഗീകരിച്ച് വിധി ഉത്തരവിട്ടു. ആ ഉത്തരവിന്റെ പകർപ്പ് കൃത്യമായി ഞാൻ കാണിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സിംഗിൾ ജഡ്ജ് the district registrar passed an order dated 22nd March 1990 accepting the list given by E.K. Abubakar Musliar. ഷംസുലമ E.K. Abubakar Musliar കൊടുത്ത ലിസ്റ്റ് കൃത്യമായി രജിസ്ട്രാർ സ്വീകരിച്ചു. A learned single judge allowed the writ petition. സിംഗിൾ ജഡ്ജിക്ക് പെറ്റീഷൻ കൊടുത്തപ്പോൾ റിട്ട് അലോ ചെയ്തിട്ട് പറഞ്ഞു ആൻഡ് കോസ്റ്റ് ദ ഓർഡർ. അയാൾ ഓർഡർ കോഷ് ചെയ്തു. അയാൾ ഓർഡർ ദുർബലമാക്കി. ആ രജിസ്ട്രാർ സ്വീകരിച്ചത് ശരിയല്ല. അയാൾ പറഞ്ഞ കാരണം എന്താ? അയാൾ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കാരണം പറഞ്ഞത്, ദ ഓർഡർ ഓഫ് ദ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ടേക്കിംഗ് എ വ്യൂ ദാറ്റ് ദ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ഹാഡ് നോ സച്ച് പവർ ടു ഡിസൈഡിംഗ് എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ പാർട്ടീസ് അണ്ടർ സെക്ഷൻ 4 ഓഫ് ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിലെ 4-ാം നമ്പർ പ്രകാരം അപേക്ഷ വന്നാൽ ഒന്ന് തള്ളാനും ഒന്ന് സ്വീകരിക്കാനും അയാൾക്ക് അധികാരമില്ല, സ്വീകരിക്കാനേ അവകാശമുള്ളൂ. അതുകൊണ്ട് അയാൾ മറുഭാഗത്തിന്റെ അപേക്ഷ തള്ളി. E.K. Abubakar Musliar കൊടുത്തത് സ്വീകരിച്ചത് തെറ്റാണെന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചു. സിംഗിൾ ബെഞ്ച് വിധിച്ചപ്പോ സമത്ത കക്ഷി ചേരുകയും സമത്തയുടെ വക്കീലും കോടതിയിൽ ചെന്നിട്ട് വക്കീൽ ഒരു ചോദ്യം ചോദിച്ചു കോടതിയോട്. സെക്ഷൻ 4 ഒരു രജിസ്ട്രാർക്ക് ഇത് സ്വീകരിക്കാനുള്ള അവകാശമാണുള്ളതെങ്കിൽ ഒരു പള്ളി കമ്മിറ്റിയോ ഒരു മദ്രസ കമ്മിറ്റിയോ 10 കമ്മിറ്റി ഉണ്ടാക്കി 10 കൊടുത്ത 10 സ്വീകരിച്ചു. ഏതാ കമ്മിറ്റി എന്ന് ചോദിച്ചു. ഇവരും കൊടുത്തു സമത്ത, അവരും കൊടുത്തു സമത്ത, സ്വീകരിക്കാൻ അവകാശമുള്ളൂ. പിന്നെ ഏതാ കമ്മിറ്റി ഏതാന്ന് ഇയാൾ പറയണ്ടേ? ഈ ചോദ്യം അവിടുത്തെ ഡിവിഷൻ ബെഞ്ച് അക്സെപ്റ്റ് ചെയ്തു. ആ ചോദ്യം പ്രസക്തമാണ്. ഡിവിഷൻ ബെഞ്ച് എന്താ പറഞ്ഞത്? The division bench of the High Court did not agree with the order of the learned single judge. സിംഗിൾ ജഡ്ജ് പറഞ്ഞത് ശരിയല്ല എന്ന് ജഡ്ജിമാര് പറഞ്ഞു. അയാൾ പറഞ്ഞത് ശരിയല്ല. അയാൾ പറഞ്ഞതിനോട് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, and held that the order passed by the district registrar accepting the list of the governing body members given by E.K. Abubakar Musliar was correct. E.K. Abubakar Musliar അത് സ്വീകരിച്ചത് കറക്റ്റ് ആണ്, മറ്റേ ശരിയല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞ് പിരിച്ചുവിട്ടു. ഹൈക്കോടതി പിരിച്ചുവിട്ട് അവരെന്താ ചെയ്യേണ്ടത്? അതും അംഗീകരിച്ചില്ല. നേരെ പോയി സുപ്രീം കോടതി വിധിയുടെ കോപ്പിയാണ് ഞാൻ വായിക്കുന്നത്. ഇത് സുപ്രീം കോടതി വിധിയാണ്. സുപ്രീം കോടതി വിധിയിൽ പറയുന്നു, സുപ്രീം കോടതി നേരെ ഹൈക്കോടതിയുടെ വിധിയിൽ എടുത്തു വെച്ചു. ഹൈക്കോടതിയുടെ വിധിയിൽ എടുത്തു വെച്ചിട്ട് അവർ വിശദീകരിച്ചു. ദസ് ഇൻ ദ കേസ് ഓഫ് എ ഡിസ്പ്യൂട്ട്, ഈ കേസിന്റെ സാഹചര്യം കോടതി വിശദീകരിക്കും. ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. ഇത് എല്ലായിടത്തും എപ്പോഴും പറയാൻ കഴിയില്ല. കോടതി പറയുന്നു, when more than one return is filed, ഒന്നിലധികം റിട്ടേൺ ഒരു കമ്മിറ്റിക്ക് വേണ്ടി ഫയൽ ചെയ്തപ്പോൾ the registrar has got the power to find out as which one should accept. ഏതാണ് സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും സ്വീകരിക്കാനുമുള്ള ഒരു പവർ സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ട്. എന്നിട്ട് പറയുന്നു, prima facie he has to satisfy as to which return is to be accepted. പ്രഥമദൃഷ്ട്യാ അയാൾക്ക് ഏതാണോ സ്വീകാര്യമെന്ന് ചിന്തിച്ച് സ്വീകരിക്കാനും അയാൾക്ക് അവകാശമുണ്ട്. ഇൻ ദിസ് കേസ്, എന്നാൽ ഈ കേസിൽ we find that, ഞങ്ങൾ മനസ്സിലാക്കുന്നു, the list given by the appellant was accepted. ഈ അപേക്ഷകർ, അപ്പല്ലൻ എന്ന് പറഞ്ഞാൽ അപ്പല്ലൻ എന്ന് പറയുന്നത് അപ്പീൽ പോയത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഈ ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടുള്ളത് സമത്വ കേരള ജംഇയ്യത്തുൽ അപ്പീൽ പോയിട്ട് സിംഗിൾ ബെഞ്ചിന്റെ വിധി അപ്രസക്തമാക്കണമെന്ന് പറഞ്ഞതാ. അല്ലാതെ സുപ്രീം കോടതിയിൽ സമത്വല്ല പോയത്. സുപ്രീം കോടതി എടുത്തു വെക്കുന്ന വിധി ഹൈക്കോടതിയുടെ വിധിയാണ്. ഈ പറയുന്നത് ബിക്കോസ് എന്തുകൊണ്ടാണ് രജിസ്ട്രാർ അത് സ്വീകരിച്ചത്? ഇറ്റ് ഹാഡ് ദ സപ്പോർട്ട് ഓഫ് കോർട്ട് ഓർഡേഴ്സ്, കോടതി വിധികളുടെ പശ്ചാത്തലത്തിലാണ് സമർപ്പിച്ചത്. ആൻഡ് ആൾസോ ഇറ്റ് വാസ് ബീങ് ഫോളോയിങ് ഫോർ ദ ലാർജ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഒരുപാട് കൊല്ലമായി സമർപ്പിക്കുന്ന ആളാണ് സമർപ്പിച്ചത്. E.K. Abubakar Musliar ഒരുപാട് കാലമായി സമർപ്പിക്കുന്നു. എന്നിട്ട് ഹൈക്കോടതിയുടെ വിധി എടുത്തു വെച്ചിട്ട് സുപ്രീം കോടതി ജഡ്ജ് ചെയ്യുന്നു, when there were 2 lists, 2 ലിസ്റ്റ് വന്നാൽ the district registrar prima facie on being satisfied, അതിൽ ഈ കോടതി വിധിയുടെയും കാലങ്ങളായി സമർപ്പിക്കുന്ന ലിസ്റ്റിന്റെയും പശ്ചാത്തലത്തിൽ ഈ രജിസ്ട്രാർക്ക് സ്വീകരിക്കാൻ തോന്നിയത് accepted the list filed by E.K. Abubakar Musliar as he was filing the list for the previous years also. ഒരുപാട് കൊല്ലമായി അദ്ദേഹം ഇത് സമർപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് അത് സ്വീകരിച്ചത്. എന്നിട്ട് ഇവരോട് പറഞ്ഞു, thus we find the no merit in this appeal, the civil appeal is dismissed. നിങ്ങൾ അപ്പീൽ ഡിസ്മിസ് ചെയ്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അതിലൊരു കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിധിയിലൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളാണ് സമത്താന്ന് തെളിയിക്കാൻ രജിസ്ട്രാറോടല്ല പൊരുതേണ്ടത്. നിങ്ങൾ ഒരു കോടതിയിൽ പോയിട്ട് തെളിയിക്കും. ഒരു കോമ്പിറ്റന്റ് കോടതിയിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തേ ഞങ്ങളാണ് സമത്താന്ന് പറഞ്ഞ ഒരു കോമ്പിറ്റന്റ് കോടതി പോവാത്തത്? നിങ്ങൾ പോകുന്നില്ലല്ലോ.
നിങ്ങൾ രജിസ്ട്രാർക്കെതിരെ കേസ് കൊടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ രജിസ്ട്രാർക്ക് അപേക്ഷ കൊടുക്കുന്നു, ഞങ്ങളത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ സ്വീകരിക്കണമെന്ന് അപേക്ഷ കൊടുത്തപ്പോൾ രജിസ്ട്രാർ വളരെ കൃത്യമായി രജിസ്ട്രാർ പറയുന്ന മറുപടി ശ്രദ്ധിച്ചോളൂ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇതിൽ രജിസ്ട്രാർ അവസാനമായി പറയുന്ന തീർപ്പുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം, ഒറ്റ മിനിറ്റ്. ഇതിൽ രജിസ്ട്രാർ ഇതിന്റെ അവസാനം പറയുന്നു, കോഴിക്കോട് രജിസ്ട്രാർ ലെറ്ററാണിത്, ഇവർ സമർപ്പിച്ച രജിസ്ട്രാർ കൊടുത്ത മറുപടി: താങ്കൾ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സംഘടനയാണ് യഥാർത്ഥമെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളും അതിലേക്ക് താങ്കൾക്ക് സമർപ്പിക്കേണ്ട രേഖകളും ഉത്തരവുകളും വല്ലതുമുണ്ടെങ്കിൽ, അതായത് ഈ ഉത്തരവ് കൈപ്പറ്റി 2 മാസത്തിനകം ബോധിപ്പിക്കേണ്ടതാണ്. 2 മാസത്തിനകം നിങ്ങളാണ് സംഘടന എങ്കിൽ ഉത്തരവ് അതിനുള്ള തെളിവ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. തെളിവ് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സമർപ്പിച്ച തെളിവ് വെച്ച് ഉത്തരവിട്ടു. ആ ഉത്തരവ് എന്താ? ആ ഉത്തരവിൽ പറയുന്നു, ഈ നിങ്ങൾ സമർപ്പിച്ച ഉത്തരവിൽ നിങ്ങളാണ് സംഘടന എന്ന് തെളിയിക്കാൻ യാതൊരു രേഖയുമില്ല. ഇതാ പറയുന്നു, ഞാൻ സമയക്കുറവുണ്ടാ വായിക്കാത്തത്. ഒരു രേഖയുമില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ചെറുശ്ശേരി ജയന്തി മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് യഥാർത്ഥമെന്ന് മനസ്സിലാക്കി അവരുടെ ലിസ്റ്റ് ഫയൽ ചെയ്ത് സ്വീകരിക്കുന്നു. ഉത്തരവിട്ടു. നിങ്ങളത് തള്ളി. ഇത് യഥാർത്ഥത്തിൽ രജിസ്ട്രേഷൻ ഓഫീസിൽ സംഭവിച്ചതല്ലേ? ഈ രേഖയിൽ വല്ല കൃത്രിമത്വമുണ്ടോ? ആർക്കും ഇത് എടുക്കാൻ കിട്ടും, വായിക്കാവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ഉടനെ ചെയ്ത പണി എന്താ? നിങ്ങൾ ഒരു സുന്നി ജമിയത്തുലമ ഉണ്ടാക്കി. കാരണം ഇത് പോയാലും പിടിച്ചു നിൽക്കണം. എന്നിട്ട് ഇവർ പറയുന്നു, വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചതിന് ശേഷം വിദ്യാഭ്യാസ ബോർഡിന്റെ അവരുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടനയിൽ ആ വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടനയിൽ അവർ പറയുന്നു, ഈ സംഘത്തിന് സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയോട് മാത്രമേ കടപ്പാടുണ്ടാവുകയുള്ളൂ. അപ്പൊ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമ എന്നൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമസ്ത എന്ന് പറയാ, സുന്നി ജമിയത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്യാം. പറച്ചിലൊന്ന്, പ്രവർത്തനമൊന്ന്, കാപ്പട്യം എന്നല്ലാതെ ഇതിനെന്ത് പറയാൻ പറ്റും? ഈ കാപ്പട്യമാണ് നിരന്തരമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇവർ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം, വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ അംഗീകാരം കൊടുക്കാൻ ഇവർ സ്വയം തീരുമാനിച്ചു. ഇവർ തന്നെ മദ്രസ ഉണ്ടാക്കുക, എന്നിട്ട് അംഗീകാരം കൊടുക്കുക. അങ്ങനെ അംഗീകാരം കൊടുത്ത 2 കോപ്പി കോടതി നമ്മൾ പിടിച്ചെടുത്തു. ഇത് നോക്ക് നിങ്ങൾ, 2 അംഗീകാര പത്രങ്ങൾ, ഇവർ സമൂഹത്തിന് സമർപ്പിച്ച 2 അംഗീകാര പത്രങ്ങൾ. ഇത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കാം, ഈ അംഗീകാരം കൊടുത്ത ഒരു മദ്രസയുടെ നമ്പറായിരുന്നു, കോടതി രേഖയാണ്. അവർ അംഗീകാരം കൊടുത്ത മദ്രസ ഏതാ? നുസ്രത്തുൽ ഇസ്ലാം മദ്രസ, പോത്താങ്കണ്ടം, ഹോസ്ദുർഗ് താലൂക്കിലെ ജില്ല കാസർഗോഡ്. ഇതിന് അംഗീകാരം കൊടുക്കുന്ന എന്താ? 12 മെയ് 1990. 1990 മെയ് മാസം 12-ാം തീയതി. ശ്രദ്ധിക്കണം, മെയ് മാസം 12-ാം തീയതി ഈ മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്നു. ഈ മദ്രസയുടെ അംഗീകാരം നമ്പർ എത്ര? 1397. ശ്രദ്ധിച്ചോളൂ, 1397 ആയ ഒരു മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്നു മെയ് മാസം 12-ാം തീയതി 1990. എന്നിട്ട് അതേ ആളുകൾ തന്നെ വേറൊരു മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്നു. കണ്ടോ? ജൂൺ മാസം, മെയ് കഴിഞ്ഞ് ജൂൺ 9-ന്. ജൂൺ 9-ന് അംഗീകാരം കൊടുത്ത മദ്രസ മാരായമംഗലത്തെ ഇർഷാദു സിബിയാൻ മദ്രസ, ഒറ്റപ്പാലം. ഇത് ഈ മാസം കഴിഞ്ഞിട്ടാണ് ഇതിന് അംഗീകാരം കൊടുത്തത്. ആദ്യം കൊടുത്തതിന് അംഗീകാരം നമ്പർ 1397. ഏതാണ്ട് 2 മാസത്തോളം കഴിഞ്ഞിട്ട് അംഗീകാരം കൊടുക്കുന്ന അംഗീകാരം നമ്പറോ 1086. നേരെ കീപ്പെട്ട അംഗീകാര പത്രം ഇങ്ങനെ പോകുന്നത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, ലോഡ്ജിന് നമ്പർ ഇട്ട പോലെ നമ്പർ ഇട്ടു. ഈ ജാതി പണി ചെയ്താൽ ഒരു കേസും വിജയിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം വ്യാജമായി പ്രിന്റ് ചെയ്തതിന്റെ ശേഷം കോടതിയിൽ കേസ് വന്നു. ജസ്റ്റിസ് രാംകുമാറിന്റെ മുമ്പിൽ കേസ് വന്നപ്പോൾ ജസ്റ്റിസിന്റെ ഒരു വിധിയുണ്ട്. ഞാൻ അതുകൂടി വായിച്ച് അവസാനിപ്പിക്കാൻ പോവാം. ഇവരെ കുറിച്ച് ഇപ്പറഞ്ഞ വാചകണ്ടല്ലോ നേരത്തെ, വ്യാജരേഖ ചമച്ചു. അത് ഇപ്പൊ തുടങ്ങിയതല്ല, കോടതിക്കത് അറിയാം. ഇതിൽ കോടതി പറഞ്ഞ കുറച്ച് പരാമർശങ്ങൾ കേട്ടോളൂ. ഇതിൽ പറയുന്നു, സമസ്തയുടെ പാഠപുസ്തകമാണ് ഇവർ കട്ടടിച്ചത്. ആ പാഠപുസ്തകം മുമ്പിൽ വെച്ചിട്ട് ഇവർ പറഞ്ഞത് അത് വ്യാജമായി പ്രിന്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, മതപാഠ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ കോപ്പി എടുത്തിട്ട് കോടതി പറഞ്ഞു, എക്സിബിറ്റ് A77 എന്ന പുസ്തകമാണ്. പുസ്തകത്തിന്റെ കോപ്പി പ്രൗഡ്ലി ഡിക്ലെയർഡ് ഈസ് ദാറ്റ് ദ പബ്ലിഷർ ഓഫ് ദ വർക്ക് ഈസ് ദ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ആൻഡ് ദാറ്റ് ദ കോപ്പിറൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ വർക്ക് ഈസ് രജിസ്റ്റർഡ് ഇൻ ദ പബ്ലിഷർ. അതിന്മേൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രസാധനാവകാശം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. എന്നിട്ട് കോടതി പറഞ്ഞ വാക്കുവെക്ക്, എന്നിട്ട് ഇൻ ദ ഫേസ് ഓഫ് സച്ച് ഡിക്ലറേഷൻ, പുസ്തകത്തിൽ തന്നെ അങ്ങനെ എഴുതി വെച്ച ഒരു സാഹചര്യത്തിൽ, on the work itself it was rather curious. വാചകം നോക്കണം, rather curious എന്ന അതിവിചിത്രം എന്നതാ? തലേക്കെട്ട് കെട്ടിയിട്ട് നുണ പറയണതാണ്. അതന്നെ അർത്ഥം. തലേക്കെട്ട് കെട്ടിയിട്ട് നുണ പറയാണ്, അതാണ് അതിവിചിത്രം. എന്താണ് ഇവർ പറയുന്നത്? ഇവർ പറയുന്നു was rather curious on the part of defendant 1 to 4. 1-ാം എതിർകക്ഷി മുതൽ 4-ാം എതിർകക്ഷി വരെ അവരെ നേതാക്കന്മാർ മുഴുവൻ 4 ഇതിൽ പെട്ടു. to contend that there was no copyright in respect of this work. ഇതിന് കോപ്പിറൈറ്റ് ഇല്ല, ഇതാർക്കും അടിക്കാം എന്ന കളവ് പറയുന്നത് റാദർ ക്യൂറിയസ് കോടതി ഉപയോഗിച്ച പദമാണ്. അങ്ങനെ പറയോ? എന്താ കോടതി അങ്ങനെ പറയാൻ കാരണം? തലപ്പാവ് വെച്ച് നുണ പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാ. മാത്രമല്ല ഇതിൽ പിന്നെ കോടതി വിധിയുടെ 38-ാം പേജിൽ പറയുന്നൊരു വാക്കുണ്ട്, ശ്രദ്ധിച്ചോളൂ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. വളരെ പ്രധാനപ്പെട്ട വാക്ക് പറയുന്നത്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദ തേർഡ് ഡിപെൻഡന്റ്, 3-ാം എതിർകക്ഷിയുടെ ലീഡർഷിപ്പ്, ഹൂ ഈസ് പോപ്പുലർലി റെഫേർഡ് ആസ് AP കാന്തപുരം. ഇതിലുള്ളതുകൊണ്ട് വായിച്ചു പോയതാ.
അദ്ദേഹത്തെ കുറിച്ച് കോടതി പറയുന്നു, എ ഡിസിഡന്റ് ഗ്രൂപ്പ് ഹാസ് ബീൻ അറ്റംപ്റ്റഡ് ടു ബി ഫോംഡ്. ഡിസിഡന്റ് ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താ? കോടതിയെ പറയുന്നത്, നമ്മളല്ല, സമസ്ത മുഷാവറിന്റെ തീരുമാനമല്ല. കോടതി പറഞ്ഞത് എന്താ ഡിസിഡന്റ് ഗ്രൂപ്പ്? വിമത ഗ്രൂപ്പ്. ഒരു വിമത ഗ്രൂപ്പ് അയാൾ ഉണ്ടാക്കി. കോടതി ജസ്റ്റിസ് രാംകുമാറാ പറയുന്നത്. ഒരു വിമത ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ടോ ദ തേർഡ് ഡിപെൻഡന്റ്, അയാൾ അദ്ദേഹത്തെ കൂടെ പറയുന്നത്, ഹു ഹാഡ് ബീൻ ക്ലോസ്ലി അസോസിയേറ്റിംഗ് ഹിംസെൽഫ് വിത്ത് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഉലമ, ജമിയത്തുൽ ഉലമയുടെ ആക്ടിവിറ്റിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഇദ്ദേഹം, ആസ് ദ ബോർഡ് ഹാസ് ബീൻ റീസെന്റ്ലി പ്രോക്ലെയിമിംഗ്, അയാൾ ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുകയാണ്, ഹിംസെൽഫ് സ്വയം ടു ബി ദ ലീഡർ ഓഫ് ദ പ്രോഗ്രസീവ് ഗ്രൂപ്പ്, ഒരു പുരോഗമന ഗ്രൂപ്പിന്റെ ലീഡറാണ് ഞാനെന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കോടതി എന്താ പറഞ്ഞത്? വ്യാജമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. എന്നിട്ട് ഇവർ പറയുന്നു, ഇവര് കൊടുത്ത കേസിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി ആരാ? വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു ജോയിന്റ് സെക്രട്ടറി പി പാറന്നൂരാ, മരിച്ചുപോയ പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തെ കുറിച്ച് പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ പറയുന്നു, ഈസ് നോട്ട് ഈവൻ എ മെമ്പർ ഓഫ് ദ ജനറൽ ബോഡി. അയാളൊരു ജനറൽ ബോഡിയിലെ മെമ്പറും കൂടിയല്ല. കോടതി പറയണം ജനറൽ ബോഡിയിലെ മെമ്പർ അല്ല. എന്നിട്ട് കോടതി പറയുന്ന വാക്ക് നോക്കൂ, അടുത്ത വാചകം, അയാൾ ജനറൽ ബോഡി മെമ്പർ അല്ല എന്ന് കണ്ടെത്തിയിട്ട് കോടതി പറയുന്നു, ഹെൻസ്, അത്തരമൊരു സാഹചര്യത്തിൽ ഇറ്റ് ഈസ് റാദർ സ്ട്രേഞ്ച്, മഹാ അത്ഭുതം തന്നെയാണ് മൗലവിമാർ ഇങ്ങനെ തലകെട്ടി കെട്ടി പറഞ്ഞാൽ. എന്താ പറയുന്നത്? ദാറ്റ് വൺ ഓഫ് ദ പേഴ്സൺ ഹു വാസ് നോട്ട് ഈവൻ എ മെമ്പർ ഓഫ് ദ ജനറൽ ബോഡി, ജനറൽ ബോഡിയിൽ പോലും മെമ്പർ അല്ലാത്ത ഒരു മനുഷ്യൻ ഈസ് പുട്ട് ഫോർവേഡ് ആസ് ദ ജോയിന്റ് സെക്രട്ടറി ഓഫ് ദ ബോർഡ്, ജനറൽ ബോഡി പോലും ഇല്ലാത്ത ആളെ ജോയിന്റ് സെക്രട്ടറി ആക്കി എന്നുള്ളത് ഇത് വല്ലാത്ത മഹാത്ഭുതമാണ്. ആരാ പറയുന്നത്? കോടതിയായി പറയുന്നത്, ഞാനല്ല. അപ്പൊ നിങ്ങളെ കുറിച്ച് നേരത്തെ കോടതിക്കുള്ള അഭിപ്രായം ഇതാണ്, നിങ്ങൾ കള്ളത്തരമാണ് പറയുന്നത് എല്ലാവരും പറഞ്ഞു വരുന്നുണ്ട്, ബാക്കി അലവിതാരും നിങ്ങളെ വായോണ്ട് പറയുന്നത് കാണിച്ചു തരും, അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. അവസാനം പറയുന്നു ഇവരെന്തിനാ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത്? ഇവരുണ്ടാക്കിയത് ദ അറ്റംപ്റ്റ് ഈസ് ക്ലിയർലി, അവരുടെ ശ്രമം വ്യക്തമാണ്, ടു ഫോം എ പാരലൽ ഓർഗനൈസേഷൻ, സമാന്തര ഗ്രൂപ്പ് ഉണ്ടാക്കുക, ആൻഡ് ടു മേക്ക് അൺജസ്റ്റ് എൻറിച്ച്മെന്റ്. നല്ല വാക്കാ കോടതി ഉപയോഗിച്ചത്. അൺജസ്റ്റ് എൻറിച്ച്മെന്റ് എന്നതാ? അവിഹിതമായി പൈസ ഉണ്ടാക്കല പ്രശ്നം. പിരിവന്നെ ഇപ്പൊ പെട്ടി വന്നില്ലേ, പുതിയ പെട്ടി, അവിഹിതമായി പണമുണ്ടാക്കുക, എന്നിട്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോർഡിന്റെ സൽപ്പന ഉപയോഗിച്ചുകൊണ്ട് കളങ്കം നടത്തുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി ഇതിൽ പറയുന്നു. സമയം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്, അലവിതാമിക്ക് സമയമാണ്, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യം കൂടി പറയുന്നു. അവസാനമായി എനിക്ക് പറയേണ്ട കാര്യം, പള്ളിക്കൽ ബസാറിലെ ആളുകളോട് അവസാനമായി ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് ആവർത്തിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. അലവിതാമിക്ക് കുറച്ച് കാര്യം പറയും, പെട്ടെന്ന് ഞാൻ പറയാം. ഒന്ന്, സംഘടനാപരമായ കാര്യം പള്ളിയിൽ പറയരുത് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഈ കേശം ഇങ്ങനെ പള്ളിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്? നേരത്തെ അത് പള്ളിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് സമസ്തയും എസ്കേസവും പഠിച്ച് തീരുമാനമെടുത്ത ശേഷം പിന്നെ വിവാദമുള്ള സംഗതി വായിക്കാൻ പാടില്ലല്ലോ. രണ്ട്, അങ്ങനെ വായിച്ചതിற்கு കേശ വിശദീകരണം എന്തുകൊണ്ട് പിറ്റത്താഴ്ച വായിച്ചിരുന്നുവെങ്കിൽ പ്രശ്നം തീരില്ലേ? മൂന്ന്, നിയമിച്ച ഉദ്യോഗസ്ഥരെ അംഗീകരിക്കാതെ അവരെ പിരിച്ചുവിടാനുള്ള സാഹചര്യം ഈ കമ്മിറ്റിയിൽ സമ്മർദ്ദത്തിലേക്ക് നിങ്ങൾ ഉണ്ടാക്കിയത് എന്തിന്? നാല്, വ്യാജ രജിസ്ട്രേഷന് വേണ്ടി എന്തിനാണ് നിങ്ങൾ ശ്രമം നടത്തിയത്? അഞ്ച്, ആ രജിസ്ട്രേഷന് വേണ്ടി ശ്രമം നടത്തിയപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട CK ബീരാനാജി നിങ്ങൾ ആക്ഷേപിച്ചതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, എന്തേ മിണ്ടാത്തത്? ആറ്, ആൾമാറാട്ടം നടത്തി കത്ത് കൈപ്പറ്റിയത് ദീനിയായ പ്രവർത്തനമാണോ, ശരിയാണോ? മറുപടി പറ. ഏഴ്, പള്ളിയുടെ ലെറ്റർ പാഡ് ദുരുപയോഗം ചെയ്തു, സീലും ദുരുപയോഗം ചെയ്തു, ശരിയാണോ? എട്ടാമത്തെ, വ്യാജ സീല് നിർമ്മിച്ചു. 9, തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിലെ കരാർ ഒറിജിനൽ കൈവശം വെച്ച് ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോയി. 10, ഖതീബ് മരണാനന്തര ചടങ്ങിന്റെ തുക മുഴുവൻ എനിക്ക് വേണമെന്ന് വാശി പിടിച്ച് കുഴപ്പം സൃഷ്ടിച്ചു, അത് ശരിയായോ? 11, അങ്ങനെ ചെയ്ത ആളെ പിരിച്ചുവിടണമെന്ന് കമ്മിറ്റി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പിരിച്ചുവിടില്ല എന്ന് വാശി പിടിച്ചു. 12, മധ്യസ്ഥൻ NP മുഹമ്മദ് പോലും മഹല്ലിൽ ഭൂരിപക്ഷം ഞങ്ങളാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. 13, ഈ വിവരം അറിഞ്ഞ സെക്രട്ടറി പറഞ്ഞു 50% അവരുണ്ടെങ്കിൽ ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ വിവരം നിങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങളല്ല, അവർ 5 വീട് കൂടുമെന്ന് മാറ്റി പറഞ്ഞു. ഇങ്ങനെ മാറ്റിപ്പറയൽ മധ്യസ്ഥനെ തെറ്റിദ്ധരിപ്പിക്കൽ ശരിയായ നടപടിയാണോ? 14, ഖതീബിനെ അത് RDOയും പോലീസും ചേർന്ന് നിയമിച്ച് മസലഹത്തുണ്ടാക്കാൻ ശ്രമിച്ചപ്പോ ഇയാളെ തന്നെ വേണമെന്ന് എന്തിന് വാശി പിടിച്ചു. 15, 7 ദിവസമുള്ളതിൽ എല്ലാ ദിവസവും എല്ലാ വക്തിനും നിങ്ങളെ ഇമാമ് നിൽക്കട്ടെ, മറിച്ച് ഒരു ജുമഅത്ത് മാത്രം ഈ ഖതീബിനെ മാറ്റി വേറൊരാളെ വെക്കണമെന്ന് RDO പറഞ്ഞപ്പോൾ പള്ളി പൂട്ടുന്ന അവസ്ഥ വന്നപ്പോൾ പോലും എന്തുകൊണ്ട് സഹകരിച്ചില്ല? 16, പള്ളി പൂട്ടിയാലും ഞങ്ങൾക്ക് അയാളെ മാറ്റാൻ പറ്റില്ല എന്ന് എന്തിന് വാശി പിടിച്ചു? 17, ഇലക്ഷൻ ഉത്തരവ് 2 മാസം സമയം ചോദിച്ച് നീട്ടാൻ എന്തിനാ ശ്രമിച്ചത്? 18, ഇലക്ഷൻ നിർത്തിവെക്കണമെന്ന് ട്രൈബ്യൂണലിൽ ആവശ്യം എന്തിനാ ഉന്നയിച്ചത്? 19, 5 പേര് വെറുതെ എന്തിനാ തെറ്റായ ഇലക്ഷന് നോമിനേഷൻ കൊടുത്തത്? ഇലക്ഷൻ തെറ്റാന്നല്ല പറയാം, എന്തിനാ നോമിനേഷൻ കൊടുക്കാൻ പോയത്? തെറ്റായ ഇലക്ഷന് നോമിനേഷൻ കൊടുക്കാൻ നിങ്ങൾ എഴുതി മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിട്ടല്ലേ?
തെറ്റായ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കാൻ പാടുണ്ടോ? 20 നിയമപരമായ ഇലക്ഷൻ സ്തംഭിപ്പിക്കാൻ പിന്നെന്തിനാ പ്രകടനം നടത്തിയത്? 21 റിസൾട്ട് തടയാൻ എന്തിനാ കോടതിയിൽ പോയത്? 22 കമ്മിറ്റിക്ക് കൈമാറരുത്, മധ്യസ്ഥന്മാർ തന്നെ ഭരിച്ചാൽ മതി എന്ന് എന്തിനാ പിന്നെ തടസ്സം നിന്നത്? 23 ആ 4 മധ്യസ്ഥ സമിതിയിലെ 2ാമത്തെ മെമ്പറാണ് മുസ്തഫ തങ്ങൾ, അയാളെ പിന്നെന്തേ നിങ്ങൾക്ക് അനഭിമതനായത്? 24 തുറന്ന പള്ളിയിൽ മഗ്‌രിബ് നിസ്കരിക്കാൻ വന്ന ആളുകളെ വടികൊണ്ടുവന്ന് അടിക്കാൻ എന്തിനാ മുന്നോട്ട് വന്നത്? 25 ബാങ്ക് വിളിക്കാനാണ് വന്നതെങ്കിൽ ഞങ്ങളെ പള്ളിയിൽ നിങ്ങൾ എന്തിനാ ബാങ്ക് വിളിക്കാൻ വരുന്നത്? ചോദ്യത്തിന് മറുപടി തയ്യാറാക്ക്. 26 ഹൈക്കോടതി ഉത്തരവ് കയ്യൂക്ക് കൊണ്ട് നടപ്പാക്കാനാണോ ശ്രമം? അതിന്റെ മറുപടി ജബ്ബാറാജി നേരത്തെ സൂചിപ്പിച്ചു. 27 സുന്നി ആശയം നടപ്പാക്കാനാണ് ലക്ഷ്യമെങ്കിൽ എന്ത് സുന്നി ആശയത്തിന് വിരുദ്ധമാണ് ഇവിടെ സംഭവിച്ചത്? 28 ജനറൽ ബോഡി യഥാവിധി കൂടി എന്ന് നിങ്ങൾ പറയുന്നു. ഒരു ജനറൽ ബോഡിന്റെ നോട്ടീസ് ഹാജരാക്കാൻ പറ്റുമോ? ഈ വ്യാജ ജനറൽ ബോഡിയല്ലേ നിങ്ങൾ കൂടിയത്? 29 ഈ യോഗം മുടക്കാൻ എന്തിനാ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തിയത്? സത്യം വെളിപ്പെടുമെന്ന് കരുതിയതുകൊണ്ടല്ലേ? ഇനി അവസാനം ചോദിക്കട്ടെ, നിങ്ങൾ പള്ളിയിൽ ഒരു അക്രമവും കാണിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ നിസ്കരിക്കാമെന്നാണെങ്കിൽ ഒരു കാര്യം ഞാൻ ആണയിട്ട് ചോദിക്കട്ടെ, അവിടെയുള്ള CCTV അത് കൊണ്ടുവന്നിട്ട് ഒരു പൊതു സദസ്സിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്തിനാ കട്ടുകൊണ്ടുപോയത്? നിങ്ങളെ കള്ളത്തരം പൊളിയുമെന്ന് കരുതിയിട്ട് CCTVയിൽ നിങ്ങൾ അക്രമം കാണുന്നുണ്ട്. ആ അക്രമം കാണുമെന്ന് കരുതി CCTV കട്ടുകൊണ്ടുപോയതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുന്നത്. മാത്രമല്ല, ചെരുപ്പ് ധരിച്ച് പള്ളിയിൽ കയറി യാ മുഹീദ്ദീൻ എന്ന് പറഞ്ഞ പള്ളിയുടെ ജനൽ അടിച്ചു പൊളിക്കുമ്പോ ഇത് ഏത് സുന്നത്തമാത്ത ഏത് ദീന? ഈ വിധിയിൽ തന്നെ കൃത്യമായി ഫോർജറി, ഫാബ്രിക്കേഷൻ, വ്യാജരേഖയുണ്ടാക്കി കള്ള ഒപ്പിട്ടു എന്ന് രജിസ്ട്രാർ ആകുന്ന ആള് തന്നെ പറയുമ്പോ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ അടിത്തറ എന്തെന്ന് പരിശോധിക്ക്. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ കൊണ്ട് നടക്കാനുള്ള ഏർപ്പാടല്ല. ഇനി നിങ്ങൾ മൊത്തത്തിൽ കേരളത്തിൽ ചെയ്ത ഖാദി നിയമനം മുതൽ, നമ്മുടെ പെരുന്നാൾ 2 മുതൽ, മാസമുറപ്പിച്ചത് മുതൽ, കുവൈത്ത് കരാർ മുതൽ, റസ്മുൽ ഉസ്മാനി പ്രശ്നം മുതൽ ഓരോന്നും ഞാൻ പറഞ്ഞാൽ പുനരുവോളം പറയാനുണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവസാനമായി ഒരു കാര്യം പറയണം. അവസാനത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത് ഇതുകൂടി കേട്ടിട്ട് വേണം. അവസാനമായി പറയുന്നത്, നേരത്തെ ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ട്, കൃത്യമായിട്ട് ഇത് പള്ളിക്കൽ കമ്മിറ്റി തന്നെ ഭരിക്കണമെന്ന് ഓർഡർ ഉണ്ട്. അതോടൊപ്പം ഇവർ പറയും മസ്ലഹത്താണ് ആവശ്യം. ഈ മസ്ലഹത്തിന് വേണ്ടി പണ്ടൊരു ശ്രമം നടത്തിയപ്പോ ഇവരുടെ നേതാവ് KP ഹംസ മുസ്ലിയാർ എഴുതി കൊടുത്ത രേഖ വായിക്കാം. സുന്നി പണ്ഡിതന്മാർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ആവശ്യപ്പെടുകയും ഞങ്ങൾ സഹകരണ വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. കേസ് അബ്ദുൽ എഴുതി കൊടുത്ത എന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് പറയാനുള്ളത് താഴെ ചേർക്കുന്നു. അഖിലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ പണ്ഡിതരും യോജിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ ആഗ്രഹം. ഭിന്നിച്ച് 2ആയി പ്രവർത്തിക്കുന്ന ഇരു വിഭാഗങ്ങളും ഔദ്യോഗിക ഭാരവാഹിത്വം ഉൾപ്പെടെ തുല്യമായ പ്രാതിനിധ്യം നൽകി മുഷാവറ നിലവിൽ വരുത്തുക. തുല്യ പ്രാതിനിധ്യം 20 അവർ 20 നമ്മൾ 6 ഇറങ്ങിപ്പോയി 20 ആളെ കൊടുക്കുക, രാഷ്ട്രീയപാർട്ടി ലയിക്കും പോലെ. അങ്ങനെ മുഷാവറ നിലവിൽ വന്ന് യോജിച്ച് പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ബന്ധപ്പെട്ട മറ്റ് സംഘടനാ കാര്യങ്ങൾ രമ്യത്തിലെത്താവുന്നതാണ്. 6 പേരെ ഉസ്താദുമാർ പുറത്താക്കി, അതിന് 20 ആളെടുക്കണം എന്നാ പറയുന്നത്. ഇതാണോ നിങ്ങളുടെ മസലത്ത്? ഒരിക്കലും മസലത്ത് നിങ്ങൾ അനുകൂലം നിന്നിട്ടില്ല. അതുകൊണ്ട് യോഗം മുടക്കിയും സത്യത്തിന്റെ ശബ്ദം മറച്ചുവെക്കാൻ ശ്രമിച്ചും ആളെ വ്യക്തിപരമായി ആക്ഷേപിച്ചും ജനങ്ങളെ മുമ്പിൽ വൃത്തികേട് പ്രചരിപ്പിക്കാൻ നിൽക്കേണ്ട. ഞങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായൊരു വിദ്വേഷവുമില്ല. ഇവിടെ പ്രസംഗിച്ചവരോട് ഞങ്ങൾക്കൊരു പരാതിയുമില്ല. അവർ ചെയ്ത പ്രവർത്തനം മണ്ണാർക്കാടൊക്കെ ആ കരഞ്ഞ് പ്രസംഗിച്ച ആൾ ഇവിടെ വന്നിട്ട് കരഞ്ഞ് പ്രസംഗിച്ചാണ്. അങ്ങനെയാണ് ചെയ്യാം. ഇനി ഇതൊക്കെ പറഞ്ഞാൽ അടുത്ത വരവെന്തായിരിക്കും? ഇതൊക്കെ പല സ്ഥലത്ത് നമ്മൾ പ്രസംഗിച്ച അവസാനം കിട്ടിയ എന്താ? കരഞ്ഞിട്ട് പറയും അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഇതിലും വലിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒറ്റ കരച്ചില. ഇതൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാർക്കുണ്ടായ പരീക്ഷണങ്ങൾ. അള്ളാന്റെ എത്ര ഔലിയാക്കന്മാർ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയാം. അള്ളാന്റെ എത്ര ഔലിയാക്കന്മാരാ മെഹ്റാബ് കയറി അടിച്ചത്? ഇതാണ് അവരുടെ പരാമർശം. അതുകൊണ്ട് നമ്മൾ പരസ്പരം ചളിവാരി എറിയേണ്ട സമയമല്ലേ ഇപ്പോൾ. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കട്ടപ്പാടെന്ന് ആലോചിച്ചാൽ മതി. പലസ്തീനിലെ മുസ്ലിമിന്റെ ഗതി ആലോചിച്ചാൽ മതി. ബഷാർ അൽ അസദിന്റെ സിറിയയിലെ അവസ്ഥ ആലോചിച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ച മാർഗത്തിൽ രമ്യതയോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ വാശി കൈവടിഞ്ഞ് സത്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഒരു ഫേവറും വേണ്ട. നിങ്ങൾ പോലീസുകാരോടും പറഞ്ഞാൽ ഒരു ഫേവർ ഞങ്ങൾക്ക് വേണ്ട, സത്യം മാത്രം മതി. ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഇത് തന്നെ നടത്താൻ വളരെ വലിയ സ്വാധീനം ചെലുത്തി സൗകര്യം വാങ്ങി തന്ന ബഹുമാനപ്പെട്ട VK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹം അന്ത്യ നിമിഷം വരെ ശരിക്കും ഇതിനു വേണ്ടി അദ്ദേഹം ഈ യോഗം നടത്താൻ വേണ്ടി ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. അതിശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെ നടന്നത്, അത് മറക്കരുത്. അതുകൊണ്ട് അത്തരം ആളുകൾക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സംഗമത്തിന് വേണ്ടി ഇത്ര ആവേശത്തോടു കൂടി വലിയ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഈ ആൾക്കാർ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളൊക്കെ നിൽക്കുകയാണ്. നമുക്കുള്ള പ്രയാസം നമുക്ക് തിങ്ങി നിൽക്കുന്ന ഈ സദസ്സ് സംഘടനാപരമായി നിങ്ങൾക്കുള്ള ആവേശമാണ്. ഇത് നമുക്ക് നമ്മുടെ മഹാന്മാരുള്ള സ്നേഹമാണ്. നമ്മളൊക്കെ മോശക്കാരാണെങ്കിലും അവരോടുള്ള ആ സ്നേഹം കൊണ്ട് പടച്ചറബ് നമ്മളെ അവരുടെ കൂടെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ നേതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അതോടൊപ്പം ബാപ്പുസ്ലിയാർ രോഗിയാണ്, അല്ലാഹു അദ്ദേഹത്തെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അലവിദാരമി രോഗിയായി കിടന്നപ്പോൾ ഞാനൊക്കെ വല്ലാതെ വിഷമിച്ചാണ് നിങ്ങളൊക്കെ. അദ്ദേഹം നമ്മുടെ ഒരു നാവാണ്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ക്ലിപ്പിംഗ് കണ്ടിട്ടേ നിങ്ങൾ പോകാവൂ. കുറച്ച് സമയം ഞാൻ ഏറെ എടുത്തോന്ന് എനിക്ക് സംശയമുണ്ട്. അത് നമ്മുടെ ഈ ഒരുക്കളും മറ്റുമായിട്ട്. എങ്കിലും ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ഞങ്ങൾ ഇതുമേൽ അവസാനിപ്പിക്കുകയാണ്. ഇനി അവരെന്ത് പറഞ്ഞാൽ നമുക്ക് വിരോധമില്ല. നമ്മളെ ചീത്ത പറഞ്ഞാലും ആക്ഷേപിച്ചാലും അതൊക്കെ അങ്ങ് വിട്ടുകളിയാ.
നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കാം. സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ഈ രേഖകൾ അതിന്റെ തെളിവാണ്. ഇത് ആർക്കും പരിശോധിക്കാം. അള്ളാഹു സത്യം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടി ഒരു വ്യാജവും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ തെറ്റാണ്. ഞാൻ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ഇവരോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ശരിയാണോ? ലിയാഖത്ത് ഞാൻ പിശാചിന്റെ വലയിൽ കുടുങ്ങിയിട്ടാണ് ഞാൻ ആ കത്ത് വായിക്കാൻ മുഅദ്ദിനോട് പറഞ്ഞത് എന്നിവിടെ പ്രസംഗിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ സ്വപ്നത്തിൽ അറിയാത്ത കാര്യം പച്ച കള്ളം പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അബ്ബാസ് എന്നോട് പറഞ്ഞു, ആ പ്രസംഗിച്ചാള് കളവ് നല്ല സത്യം പോലെ പറയാൻ പഠിച്ച പ്രസംഗനാണെന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ പിന്നെ അത് വിട്ടു. അതോടുകൂടി എന്നെക്കാൾ അവരെ കുറിച്ച് അറിയാം. അതുകൊണ്ട് നല്ലതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പരലോകത്ത് കൂലി കിട്ടാനാണ് ദീനീ പ്രവർത്തനമെങ്കിൽ വ്യാജം നിർത്തിവെക്കുക, സത്യത്തിന്റെ പന്താവിലേക്ക് വരിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.